കേറിവാടാ മക്കളയിൽ ഇതാ 4-ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക. ഭാനുമതിയെ കാണാനെത്തുന്ന പണിക്കർ സാറിനെ അവതരിപ്പിച്ചിരിക്കുന്ന നടൻ ആരാണ്? എ. വീണ്ടും വന്നു ജഗന്നാഥ് വർമ്മ, ബി. ഡൽഹി ഗണേഷ്, സി. നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദ് പ്രസാദ് സാർ അതിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരാ പറഞ്ഞ? ജഗന്നാഥ് വർമ്മ, ഡൽഹി ഗണേഷ്. ജഗന്നാഥ് വർമ്മയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഡൽഹി ഗണേഷ് ഉണ്ട്, പണിക്കർ സാറിനെ അവതരിപ്പിക്കുന്ന മറ്റേ ഡാൻസ് പരിപാടിയുടെ കാര്യം പറയാണ്ട് വരുന്നത്. അപ്പൊ ഡൽഹി ഗണേഷ്. ബി. ഡൽഹി ഗണേഷ് ആണ് സിറാജ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കിടക്കട്ടെ. നമുക്ക് എന്താണ് ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ എനിക്ക് ചോദ്യം ചോദിക്കുന്നതിനെക്കാട്ടിൽ ഞാൻ ഇവിടെ രസിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ ഞാനല്ല, നമ്മുടെ ഇതിന്റെ പ്രേക്ഷകരെല്ലാം രസിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ ഓഫ് ആർട്ടിസ്റ്റ് ആണ്. അല്ല, എനിക്കും സന്തോഷമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് മിമിക്രി ഒക്കെ പറയുന്നത്. ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? പിന്നെ ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മിമിക്രി മത്സരം എവിടെ ഉണ്ടായാലും ഞാൻ പോയി മത്സരിക്കും. അന്നൊക്കെ ഈ ലളിതഗാന മത്സരത്തിന് മാർക്കോസ് വരാറുണ്ട്, ഞാൻ അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ കൊല്ലത്ത് ഫൈനാൻസ് സൊസൈറ്റി നടത്തിയ ഒരു മിമിക്രി മത്സരം എനിക്ക് നല്ല ഓർമ്മ വരികയാണ്. അത് 3 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ആദ്യം മത്സരിച്ചപ്പം നമ്മുടെ മുകേഷ് ഉണ്ടായിരുന്നു. മുകേഷ് നമ്മുടെ സിനിമാ താരം MLA ഒക്കെ മുകേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റും മുകേഷിന് സെക്കൻഡും ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് കൊല്ലത്തൊക്കെ. പിന്നെ ഞാനും മുകേഷ് അല്ല, അത് പുള്ളി അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. കൊല്ലം SN കോളേജിന്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ അവരെ എല്ലാം തകർത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നാണ് മുകേഷ് പറയുന്നത്. അല്ല, അത് കോളേജ് വെച്ച് നടന്നൊരു മിമിക്രി മത്സരം മുകേഷിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു, യൂണിവേഴ്സിറ്റി. പക്ഷെ അന്ന് മത്സരിക്കാൻ ആരും കണ്ടു കാണത്തില്ല. അതിനു മുമ്പ് അല്ല, അതുപോലെ മുകേഷിന്റെ ശബ്ദം മിമിക്രി വേദിയിൽ ആദ്യം ഞാനാണ് അനുകരിക്കുന്നത്. ആണല്ലേ? അനുകരിക്കുകയും ചെയ്തു. ഞാൻ മുകേഷിനെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അന്ന് ഈ വന്ദനം സിനിമ റിലീസായ സമയമായിരുന്നു. അതിലെ ഡയലോഗാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ മുകേഷിൻ്റെ പറഞ്ഞുകൂടെ. മിമിക്രി എന്ന് പറയുന്നത് അങ്ങനെയാണ്, പറയാൻ ശ്രമകരമായ ഒരു സംഭവം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. വന്ദന സിനിമയിലെ ഇപ്പോഴത്തെ വോയിസ് അല്ല, അപ്പോഴത്തെ. നിനക്കെന്നെ മനസ്സിലായോടെ പുല്ല്, നില്ല്, അളിയനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അളിയനിപ്പോഴും ആ പഴയ സ്വഭാവമൊക്കെ ഉണ്ടല്ലേ? ചെന്നാട്ടെ. മുകേഷിന്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. മുകേഷ് ഒരുപാട് കൊല്ലത്ത് ഉള്ള കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. അല്ല, യൂണിവേഴ്സിറ്റി മിമിക്രി ഈ ആദ്യമൊക്കെ മോണോ ആക്ട് ആയിരുന്നു. മോണോ ആക്ട് മത്സരം ഉണ്ടായിരുന്നു. കോളേജിൽ മിമിക്രി മത്സരം ഇനി അല്ലായിരുന്നു. അപ്പോൾ അപ്പോഴും മോണോ ആക്ടിൽ മിമിക്രിയാണ് ചെയ്തുകൊണ്ടിരുന്ന പലരും. അങ്ങനെ വീണ്ടും മിമിക്രി മത്സരം ഇനി ആയപ്പോൾ മുകേഷ് മത്സരിച്ചു. യൂണിവേഴ്സിറ്റി മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. SN കോളേജ് വെച്ചായിരുന്നു അത്. അപ്പോൾ 4-ാമത്തെ ചോദ്യത്തിന് ബി. ഡൽഹി ഗണേഷ് ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഡൽഹി ഗണേഷ് ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ആകെ 8000 രൂപ സിറാജിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പം 40 വർഷമായിട്ട് സിറാജ് മിമിക്രിയൊക്കെ പറയുന്നുണ്ട്. അതിലെല്ലാം അഗ്രഗണ്യനാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യത്തിന് താങ്ങാൻ പറ്റുമോ? എന്താണ്? ചോദിക്കാൻ പോവാ. തവളയുടെ മുമ്പിലും കഴുതയുടെ പുറകിലും ഒരു സാധനമുണ്ട്. എന്താന്ന് പറയാം? തവളയുടെ മുന്നിലും കഴുതയുടെ പുറകിലും ഒരു സാധനമുണ്ട്. എന്തൊരു ക്ലൂ തന്നാൽ ഞാനൊന്ന് ശ്രമിക്കാം. അല്ല, വേറൊന്നുമല്ല, TV ആയതുകൊണ്ട് ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല. ചോദ്യം തന്നെയാണ് അതിന്റെ ക്ലൂ. തവളയുടെ മുമ്പിലും കഴുതയുടെ പുറകിലും ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ട്. പറയട്ടെ? കഴിഞ്ഞു. ഞാനത് ആലോചിച്ചാണ്. കഴുത, തവള. തവളയുടെ മുമ്പിലും കഴുത അതിന്റെ പുറയിലും. പിന്നെ ഞാൻ ഈ സാധനമാണ് കറക്കി കളഞ്ഞത്. അതെ. അപ്പൊ കേറി പാടാ മക്കളയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോളൂ. നീലകണ്ഠനെ മുണ്ടക്കൽ ശേഖരൻ എത്ര തവണ വെട്ടി എന്നാണ് നാട്ടുകാർ പറയുന്നത്? A 18, B 16, C 12. ഞാൻ ഒരു കാര്യം ചെയ്യാം. പ്രാസം ഏതാണ് ഒത്തുവരുന്നത് പറയാം. അപ്പോൾ എനിക്കൊന്നും അറിയാമല്ലേ. അത്ര ശരിയാണെങ്കിൽ ഓക്കെ, രക്ഷിക്കും. അതായത് ഇട്ട 18 വെട്ട്. അങ്ങനെ. അപ്പോ അഞ്ചാമത്തെ ചോദ്യം 18 വെട്ട്. ഇട്ട അത് ഇട്ട ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി വീണ്ടും ലഭിച്ചിരിക്കുന്നു. ഇപ്പോ സിറാജിന്റെ അക്കൗണ്ടിൽ 10,000 രൂപ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഇത്.